ഹായ് ഫ്രണ്ട്സ്, IP മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. പ്രാവിൻകൂട് ഷാപ്പ് എന്ന സിനിമയുടെ റിവ്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. തികച്ചും ഞങ്ങളെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് പറയുന്നത്. അതെ, പ്രാവിൻകൂട് ഷാപ്പ് എനിക്ക് പേഴ്സണലി മേക്കിംഗ് വൈസ് വളരെ ഇഷ്ടപ്പെട്ടു. ആ രീതിയിൽ സിനിമ വളരെ കണ്ണിങ് ആയിരുന്നു. ഇൻ്റർവെല്ലിൽ വരെയുള്ള ഒരു പഞ്ചിങ്ങും എനിക്ക് ഫീൽ ചെയ്തു. അതിനുശേഷം ഉണ്ടായ കുറച്ച് ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ചില സമയങ്ങളിൽ പ്രൊഡിക്റ്റബിൾ ആയിട്ട് തോന്നി. എന്നിരുന്നാലും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ബേസിൽ ജോസഫ്, സോബിൻ സായർ, ചാന്ദിനി, ചെമ്പൻ വിനോദ്. ഇവർ 4 പേരാണ് ഇതിൽ മെയിനും. പിന്നെ കുറെ കഥാപാത്രങ്ങളുണ്ട്, അവരൊന്നും പേരറിയില്ല. എന്നാലും അവരൊക്കെ അഭിനയത്തിന്റെ കാര്യത്തില് രക്ഷൻ എന്ന് പറഞ്ഞാല് ചെമ്പൻ വിനോദ് രസമുണ്ട്. സോബിൻ സായർ നല്ല അഭിനയിച്ചിട്ടുണ്ട്, ഒരു വികലാംഗന്റെ രൂപത്തിൽ നല്ല ഒരു അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ബേസിൽ ജോസഫ് എനിക്കൊരു എന്താ പറയാ, ചില സമയത്ത് നല്ല ആക്ടിങ്, ചില സമയത്ത് എന്താ പറയാ കൂറ അഭിനയ, അതായത് ഓവർ ആക്ടിങ് വരുന്നത്. എനിക്ക് തോന്നുന്നത് ആ കഥാപാത്രത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോ ആവണം എന്ന് തോന്നുന്നു. എനിക്ക് ഫീൽ അങ്ങനെയല്ല തോന്നി. ഇപ്പൊ ഇതിന്റെ മുന്നത്തെ സിനിമ ഇപ്പൊ വായയിലാണെങ്കിൽ ആ എക്സൈസ് ഓഫീസറെ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പോലീസിന്റെ ഈ വേഷം വന്നപ്പോ എനിക്ക് ഒരു അഡാപ്റ്റബിൾ ആയിട്ടില്ല. ഞാൻ അങ്ങനെ അവന്റെ കഥാപാത്രം ചിന്തിച്ചു പോയി. അപ്പൊ പോലീസ് പക്ഷെ മേക്കിംഗ് വൈസ് ഇപ്പോ നമ്മളെ ശ്രീനിവാസന്റെ അതിനൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതൊരു മിസ്റ്റേക്കാണ്. നമ്മള് ആദ്യം പറഞ്ഞ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞത്, അത് വേറൊരാളാണ്. ശ്രീനിവാസമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളാണ്. നമുക്കൊരു തെറ്റ് പറ്റിയിരിക്കണത്, നമ്മളൊന്ന് നോക്കിയാലൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ഇയാള് ആദ്യത്തെ ഒരു ഫിലിമാണ്. ആദ്യത്തെ ഫിലിം വൈസ് നോക്കുമ്പോൾ നല്ല മേക്കിംഗ് ആണ്. ഇയാൾ അടുത്ത നമ്മളിപ്പോ മലയാള ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സംവിധായകനായിട്ട് നല്ല തിരക്കഥ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി സൂപ്പറായിട്ട്. എന്താ പറയുക, സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് കഴിയാൻ സാധിക്കുന്ന വിധത്തിൽ മൊത്തം ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു പോലീസ് സ്റ്റേഷന് ഷാപ്പ്, അത് ആ ഒരൊറ്റ ഇത് വെച്ചിട്ട് ആ സിനിമയെ മൊത്തമായിട്ട് കൊണ്ടുപോയി. പിന്നെ ഇതിലൊരു 2 സീന് ഉണ്ട്, ഒരു ബൈക്ക് റേസിങ്ങും ഒരു നമ്മളെ എന്താ പറയാ സ്കൂൾ വാന് സീനോ. അത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഒരു പോരായ്മ തോന്നുന്നത് ലാസ്റ്റ് ക്ലൈമാക്സില് നമുക്കൊന്ന് കൺവിൻസ് ആയില്ല, അതാണ് ഒരു പ്രശ്നം. ഫസ്റ്റ് ഹാഫ് വൈസ് എനിക്ക് നല്ല തമാശ ഒക്കെ നിറഞ്ഞ് നല്ല എൻഗേജ്. സെക്കൻഡ് ഹാഫ് എത്തിയപ്പോ അവിടെ പിടി, പക്ഷെ നമുക്കത് അക്സെപ്റ്റബിൾ ആണ്. എന്നാലും ഒരു ചില സമയത്ത് സ്ഥലങ്ങളിൽ നമുക്ക് തോന്നി. പക്ഷെ ഞാൻ പറയട്ടെ, പേഴ്സണലി എനിക്ക് നല്ല ആവറേജ് ഫിലിമായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്കൊരു ബിലോ ആവറേജ്, അതായത് ബിലോ ആവറേജ് ആണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് നമുക്ക് മനസ്സിലാവും ഇതിൽ ആരാണ് ഈ കൊലപാതകം ചെയ്യണത്. ട്രെയിലറിൽ തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇതിങ്ങനെ നീട്ടി ഇങ്ങനെ കൊണ്ടുപോയി ലാസ്റ്റ് വെച്ചൊരു ട്വിസ്റ്റ് തന്ന് സിനിമ നിർത്തി. പക്ഷെ ഒരു കൺവിൻസ് ആയില്ല, എനിക്കൊന്ന് വർക്കായില്ല എന്ന് പറയാം. തീർച്ചയായും നിന്റെ ഒരു അഭിപ്രായമാണ്. എനിക്ക് തോന്നുന്നു കണ്ടിരിക്കാം. വർക്കായില്ല, എനിക്ക് വർക്കായില്ല, അത്ര തന്നെ പറയാം. മറ്റൊരു വീഡിയോ ഇന്ന് വേറെ റിലീസ് ഉണ്ടോ? ഇന്ന് വേറെ റിലീസ് ഇതുവരെ വന്നിട്ടില്ല. OTT 3-4 റിലീസ് ഉണ്ട്. അടുത്തൊരു വീഡിയോ എത്താം.